ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസത്തെ വീഡിയോ ഒന്നിച്ച് ചേർത്താട്ടോ. ആദ്യത്തെ ദിവസത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹേസുക്കുട്ടിനെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കോട്ടയത്തെ ലുലുന്ന്. അപ്പോൾ ആ ഒരു വീഡിയോയും രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹേസുക്കുട്ടിൻ്റെ ഫസ്റ്റ് ഡേയിലെ സ്കൂളിൻ്റെ വീഡിയോസും ആട്ടോ. കോട്ടയത്ത് ലുലു സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് വരണമെന്ന് വിചാരിച്ചതാ. പക്ഷെ എല്ലാവരും പറഞ്ഞു അവിടെ ഭയങ്കര തിരക്കാണ്, റോഡിൽ നിന്ന് നമുക്ക് അകത്തോട്ട് കയറാൻ തന്നെ ബ്ലോക്ക് ആയിരിക്കും. അങ്ങനെ ഇരുന്നപ്പോഴാട്ടോ നമ്മുടെ റിലേറ്റീവിൻ്റെ വീട് വരെ വരേണ്ട വന്നേ. എന്നാൽ പിന്നെ ലുലുവും കൂടെ പോയിട്ട് വന്നേക്കാന്ന് വിചാരിച്ചു. എന്തായാലും നമുക്കാണെങ്കിൽ അത്ര തിരക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. എല്ലാ ലുലുവിലും ഉള്ള പോലത്തെ തിരക്ക് തന്നെ ഉള്ളൂ. അതൊരു 1.5 തിരക്കാണല്ലോ. സ്കൂൾ തുറക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓഫേഴ്സ് ഒക്കെ അവിടെ അവൈലബിൾ ആയിരുന്നേ. വെയിറ്റ് നോക്കിയേ ഏതാണ് ഈ ഒരു മാഗ്നറ്റിക് ബോക്സിന്റെ റേറ്റ് വരുന്നത് 139 റുപ്പീസാണ്. ഇവിടെ ഉള്ളതിനൊന്നും ഓഫേഴ്സ് ഇല്ല. ഓഫർ ഉള്ള സാധനങ്ങളൊക്കെ അവർ സെന്ററിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ വിചാരിച്ചെടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഡോണ്ട് ഓപ്പൺ. ഒറ്റ സെറ്റ് ആരുടെ റബ്ബറിന്റെ ഒരു സെറ്റായിട്ട് വാങ്ങിച്ചോണ്ട് പോകുന്നു. പിള്ളേർക്ക് എപ്പോൾ വേണേലും യൂസ് ചെയ്യേണ്ടതല്ലേ. ഒരു വർഷത്തേക്ക് ഇങ്ങനെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കൊടുക്കും. അതല്ലേ ലാഭം. ഓരോന്ന് പോയി വാങ്ങിക്കുന്നതിലും. ഓ എന്നാലും ഈ ഒരു ലഞ്ച് ബാഗിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 500 സംതിങ് ആയിരുന്നേ. പക്ഷെ 50% ഓഫ് ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് കാണിച്ചു, ഇച്ചിരി കൂടെ അടുത്ത് കാണിച്ച്. ഓക്കെ, എന്തൊക്കെയാണ് 150 രൂപ. ടിൻ ബോക്സ്, അതൊരു ടിൻ ബോക്സ്. ഇത് പെൻസിൽ ബോക്സ്, ടിൻ ബോക്സ്, ബാഗ്സ്, ക്രയോൺസും ഉണ്ട്. ക്രയോൺസ്, പെൻസിൽ 2 എണ്ണം, സ്കെയിൽ 1, എറൈസർ 1, പെൻസിൽ ഷാർപ്നർ 150 രൂപ. ആർക്ക് കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെയുണ്ടെന്ന് ബാക്കിൽ നോക്കി. പെൻസിലുണ്ട്, ക്രയോൺസ് ഉണ്ട്, ടോപ്പ് എറൈസർ ഉണ്ട്, ഷാർപ്നർ ഉണ്ട്, കളർഫുൾ എറൈസർ ഉണ്ട്, ഷാർപ്പനറും ഉണ്ട്. ഇതിനകത്തെല്ലാം ഉണ്ടല്ലോ. ഇപ്പം ബോക്സ് മാത്രമില്ല. 79 രൂപയേ ഉള്ളൂ. 79 രൂപയേ ഉള്ളൂ പ്രീമിയം സ്കൂൾ കിറ്റ്. മറ്റേ സാധനത്തിന് 129 രൂപ. സെൻറ്റേഴ്സിൽ ഒരുപാട് ഓഫേഴ്സിലുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ബോക്സിൻ്റെ കിറ്റും കളറിംഗ് കിറ്റും ആയിട്ടൊക്കെ ഉള്ളത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഷോപ്പ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നേരെ ഈ സെൻറ്ററിലോട്ട് തന്നെ വന്നാൽ മതി കേട്ടോ. ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും വേണ്ട, വെയിറ്റ് ഇല്ലാത്ത ടൈപ്പിൽ. അതൊന്നും നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല. സിപ്പിംഗ് ടൈപ്പ് അല്ല, മോന്തയ്ക്ക് ഒത്ത ഒഴിക്കുകയാണ്. ഇത് നോക്കിയത്, ഇത് വെയിറ്റ് ഉള്ളതാണോ? ഇത് വെയിറ്റ് ഇല്ലാത്തതുണ്ടോ? അങ്ങനത്തെ ഉണ്ടോ? അതിനോ ഫിഷോ? അവിടെ ഒരുപാട് ബോട്ടിൽസിന്റെ കളക്ഷൻ ഉണ്ടായിരുന്നേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞിട്ട് കൺഫ്യൂഷനായി ഏത് എടുക്കണമെന്നുള്ളത്. പിള്ളേരെക്കാട്ടി ത്രില്ലാട്ടോ നമുക്ക് ഓരോന്നെടുത്ത് സെലക്ട് ചെയ്യാനായിട്ട്. കാർട്ടൂണിന്റെ ഒക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു ഓരോന്നും. പിന്നെ ഹേസുക്കുട്ടിന് നമ്മൾ സിപ്പർ ടൈപ്പ് ഉള്ളതായിരുന്നേ. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണല്ലോ നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബോട്ടിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 500 ആണ്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ബോട്ടിൽ സെലക്ട് ചെയ്തിട്ട് ലഞ്ച് ബോക്സിലോട്ട് വന്നപ്പം അവിടെയും ഇത് തന്നെ കേട്ടോ. ഒരുപാട് വെറൈറ്റികൾ, എല്ലാം നല്ല അടിപൊളി കളർഫുള്ളും ആയിരുന്നു. സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനും പറ്റുമായിരുന്നു. അതേപോലെ തന്നെ കോംബോ ഓഫേഴ്സും ഉണ്ടായിരുന്നു. ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ബോട്ടിലായിട്ട്. അതൊക്കെ കുറച്ച് റേറ്റ് കുറവാണ്. ക്വാളിറ്റി എത്രയുണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. കുറേയൊക്കെ തപ്പിയേ. പിന്നെ ഇതേപോലത്തെ ലഞ്ച് ബോക്സിന്റെ കുറേ ഡിഫക്റ്റീവ് ആയിട്ടുള്ളതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ വോംസ് ഒക്കെ കയറുന്നത്. അത് കണ്ടപ്പോൾ ഇത് എടുക്കാനായിട്ട് ഒരു മനസ്സും വന്നില്ല. അവസാനം ഞങ്ങൾ നോൾട്ടയുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പാത്രം കേട്ടോ വാങ്ങിച്ചത്. സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ ഓഫേഴ്സ് മാത്രമല്ല കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും ചെന്നാലും ലുലുവിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഓഫേഴ്സാണ്. ഈ ഒരു 5 പാത്രത്തിന് 159. അതേപോലെ കുറേ ഷെഫ് ലൈൻ്റെ പാത്രത്തിനൊക്കെ ആയിട്ട് കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ ആ സൈഡിലോട്ട് പോയൊന്നുമില്ല, ജസ്റ്റ് വീഡിയോ മാത്രമേ എടുത്തു. ലുലുവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് കറങ്ങിയിട്ട് പോകാൻ നമുക്ക് പണ്ടേ പറ്റൂലല്ലോ. അങ്ങനെ അവസാനം ഹേസുക്കുട്ടൻ്റെ പേര് പറഞ്ഞ് വന്നെങ്കിലും ഈ പരിസരത്തോട്ടൊക്കെ പോയി അവസാനം കാശ് നല്ല രീതിയിൽ പൊട്ടിച്ചിട്ടാട്ടോ പോകുന്നത്. എന്താണെന്നറിയില്ല, പണ്ട് ഈ ഒരു സെക്ഷനിൽ വരാതെ ലുലുവിന് തിരിച്ചു പോയാൽ ഒരു സമാധാനം കിട്ടത്തില്ല. അങ്ങനെ ഹേസുക്കുട്ടൻ
അത്യാവശ്യം വേണ്ട ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ കോട്ടയം ലുലു വന്നിട്ട് ഫുള്ളൊന്ന് ചുറ്റിക്കറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒന്ന് ചുറ്റി കണ്ടിട്ട് തന്നെ പോയേക്കാമെന്ന് വിചാരിച്ചു. 2 ഫ്ലോറേ ഉള്ളൂ കേട്ടോ കോട്ടയത്തെ ലുലു എന്ന് പറയുന്നത്. താഴത്തേൽ ഹൈപ്പർ മാർക്കറ്റും അത്യാവശ്യം ചില ഷോപ്പുകളും, മേളിൽ ഫുഡ് കോർട്ടും ഫണ്ടൂറയായിരുന്നു കേട്ടോ. സോ ഗൈസ്, ഇന്ന് ജൂൺ 4 ഹീസുകുട്ടിന് സ്കൂൾ തുറക്കുന്നത് ഇന്നാട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ റെഡിയൊക്കെ ആയി. റാന്നിന്ന് അപ്പയും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 9 മണി ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വെച്ചു. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ യേസുകുട്ടനെ സ്കൂളിലോട്ട് കൊണ്ടുവിടാൻ വേണ്ടി പോവാണ്. ദ ബാനിയൻ സ്കൂളിലാണ് ചേർത്തേക്കുന്നത്. ഇന്ന് ഹീസുവിന്റെ ഫസ്റ്റ് LKG ക്ലാസ്സിൽ പോവാ. ഇന്നാണ് ഹേസുകുട്ടിന് സ്കൂളിൽ മാജിക് ഷോ ഒക്കെ ഉണ്ടല്ലോ. ഇന്നപ്പോൾ അമ്മച്ചിമാരും അപ്പച്ചമാരും എല്ലാവരും കൂടാണ് ഹേസുവിനെ കൊണ്ടുവിടാൻ വേണ്ടി പോകുന്നത്. റാന്നിന്ന് പപ്പയും അമ്മയുണ്ട്. അവരും അങ്ങോട്ട് പോയി. പോട്ടെ വരുന്നേ ഉള്ളൂ. അവരിതാ മുന്നിലോട്ട് പോയി. ഇന്നിപ്പം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ലഞ്ചൊന്നും വേണ്ടായിരുന്നു. 12:30 വരെ ഉള്ളൂ. പിന്നെ നമ്മൾ പേരൻസിനെ അകത്ത് കയറ്റുമോ എന്നുള്ളത് അറിയത്തില്ല കേട്ടോ. എന്തായാലും അവിടെ 9:15 ആകുമ്പോഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇന്നലെ ഒന്നും മഴയില്ലായിരുന്നു കേട്ടോ. ഇന്നാണെങ്കിൽ ഇറങ്ങാവുന്നവരെയൊക്കെ എപ്പോഴത്തേക്ക് ചാറ്റലും മഴയൊക്കെ ആയി. അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മഴ നിർബന്ധമാണ്. അതെ. ടീച്ചറിനെ നോക്കാം. ഞങ്ങള് ഹീസ്ഗുഡനെ അവിടെ ആക്കിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. ശരിക്കും തന്നെ അവളെ സ്കൂളിലോട്ട് കൊണ്ട് വിട്ട് കഴിഞ്ഞിട്ട് എനിക്കങ്ങനെ വിഷമം തോന്നിയില്ല, അവൾ കയറി പോകുന്നത്. പക്ഷെ ഇപ്പം ഇങ്ങനെ ചായ കുടിക്കാനായിട്ടൊക്കെ വന്ന് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വിഷമം. കാരണം ഇത്രയും നാൾ നമ്മുടെ കൂടി ഇങ്ങനെ നിന്നിട്ട് ഇപ്പം ഇങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര വിഷമം കേട്ടോ. ഞാൻ ആദ്യം ഇങ്ങനെ കൊണ്ട് ആക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്തേ എന്തിനാ എല്ലാവരും കരയുന്നേ, അങ്ങനെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് എന്തിനാ കരയുന്നതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇപ്പം എനിക്ക് ഇത് മനസ്സിലാവുന്ന കേട്ടോ. സ്കൂളിൽ കയറി പോയപ്പോൾ എനിക്ക് തോന്നിയില്ല. പക്ഷെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവൾ അടുത്തില്ല എന്ന് തോന്നുമ്പോഴത്തേക്കും ഒരു ഭയങ്കര വിഷമം പോലെ. ആദ്യം അമ്മ കരഞ്ഞ് അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു എന്നെ വിട്ടപ്പോൾ നീ കരഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പോഴാ എനിക്ക് ആ വിഷമം വരുന്നത്, ഇവിടെ അവളെ കാണാതെ. തിരിച്ചു പിക്ക് ചെയ്യാനായിട്ട് വന്നപ്പോൾ നേരത്തെ ആട്ടോ ഞങ്ങൾ എത്തിയത്. അങ്ങനെ ഗ്രൗണ്ടിൽ വെയിറ്റ് ചെയ്തപ്പം ഹേസുകുട്ടനെ ആണെങ്കിൽ അവിടെ ടീച്ചേഴ്സ് എടുത്തോണ്ട് നടക്കുന്നത് കണ്ടു കേട്ടോ. ഇന്നാണെങ്കിൽ സ്കൂളിൽ പിള്ളേർക്ക് വേണ്ടിയിട്ട് മാജിക് ഷോ ഉണ്ടായിരുന്നു കേട്ടോ. അതും ചെയ്തത് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു മോനായിരുന്നേ. എന്തായാലും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവരും കൈയടിച്ച് കരച്ചിലൊക്കെ മാറി ഇത് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഹാപ്പി ആയിരുന്നു. ബലൂണും സ്വീറ്റ്സും ഒക്കെ കിട്ടിയത് കൊണ്ട് നല്ല സന്തോഷത്തിലാട്ടോ തിരിച്ചിറങ്ങി വന്നത്. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ.